1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രവചനവരം വാഞ്ചിപ്പീൻ, അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കുകയും അരുത്. സകലവും ഉചിതമായി ക്രമമായി നടക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇത് കൊരിന്ത്യയിലുള്ള സഭയിലുള്ള വിശ്വാസികളോട് പൗലോസ് സംസാരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ കൊരിന്ത്യ സഭയിൽ പലവിധமான ഭിന്നമായിരിക്കുന്ന അനുഭവത്തിലൂടെ മുമ്പോട്ട് പോവുകയാണ്. ആ സഭയ്ക്കകത്ത് പ്രതികൂലത്തിൻ്റെ അവസ്ഥകളിലൂടെ കടന്നു വന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇവിടെ പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ, പ്രവചനവരം വാഞ്ചിപ്പീൻ, അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കരുത്. അപ്പോൾ ദൈവമായുള്ള ബന്ധമായിരിക്കുന്നതായ അന്യഭാഷകളിലൂടെ സംസാരിക്കുന്ന ഒരു ദൈവ പൈതൽ, പ്രൈസ് ദി ലോർഡ്, മറ്റുള്ളവർ അത് വിലക്കാൻ ഒരിക്കലും അർഹതയില്ല. വിലക്കിയാൽ അത് ചോദ്യം ചെയ്യപ്പെടുവാനിടയായി. അത് ദൈവത്തിൻ്റെ ഭാഷയാണ്. അപ്പോൾ ആ സഭയോട് പറയുമ്പോൾ ഇന്ന് നമ്മളോട് കർത്താവാ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ പ്രവചനപരം നിങ്ങൾ വാഞ്ചിക്കണം. ഹല്ലേലൂയ. ആ ഒരു അനുഭവത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ, കൃപവരങ്ങളാൽ മുമ്പോട്ട് പോകുമ്പോൾ, പരിശുദ്ധാത്മാവിനെ വിലക്കാതെ, പ്രൈസ് ദി ലോർഡ്, അത് സകലതും ഉചിതമായി ക്രമമായി നടക്കട്ടെ. അപ്പോൾ സഭ ഏത് രീതിയിൽ പോണ ക്രമം ഉചിതമായി. അപ്പോൾ കർത്താവായ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത് എന്താണ്? ഹല്ലേലൂയ. പ്രവചന വരങ്ങൾ ഉണ്ടെങ്കിലും, പ്രൈസ് ദി ലോർഡ്, അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുമ്പോൾ എല്ലാം ക്രമമായി നടക്കുവാനാണ് കർത്താവായ ദൈവം പറയുന്നത്. ഇന്ന് സഭയാകുന്ന നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം, ക്രമപ്രകാരം നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ദൈവ പൈതലെ തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ദൈവത്തോട് കൂടെ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ബാധ്യസ്ഥനായ ഒരു സ്വർഗീയ പിതാവായ ദൈവമാണ് നമ്മുടെ കർത്താവായ ദൈവം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് സകല ഉചിതമായി ക്രമമായി നടക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അടുത്തത് പറയുന്ന കൊലോസ്യ ലേഖനം 2-5 വാക്യം, ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെ ഉള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരത കണ്ട് സന്തോഷിക്കുന്നു. അപ്പോൾ പൗലോസ് പറയുകയാണ്, എന്താണ്? ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനാണ്, പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് കൊലോസ്യയിലുള്ള വിശ്വാസികളോട് കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഉള്ളപ്പോൾ ദൈവ പൈതലെ, നാം ദൈവ സന്നിധിയിൽ കർത്താവിൽ നമ്മൾ എപ്പോഴും വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധികൾ കടന്നു വന്നാലും വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ആ പ്രതിസന്ധികളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകും. അവിടെ ദൈവത്തിൻ്റെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. അതുകൊണ്ടാണ് പറയുന്നത്, അപ്പോൾ പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്, കർത്താവായ ദൈവം കൂടെയുണ്ട്. അപ്പോൾ ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നുവെങ്കിൽ നാം ദൈവസന്നിധിയിൽ എപ്പോഴും വിശ്വസ്തരായിരിക്കുമ്പോൾ ആ കർത്താവ് നമ്മളെ വഴി നടത്തും. അതുകൊണ്ടാണ് നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ളത്. അപ്പോൾ സകലതും നടക്കുവാനുള്ള, സകല ക്രമത്തിലൂടെ നടക്കുവാനുള്ള വഴി ദൈവം നമുക്ക് തന്നിരിക്കുക. സഭയോട് പറഞ്ഞിരിക്കുക, എല്ലാം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ ക്രമവും ചന്തോചിതമായി നടക്കണം. അതുപോലെ നമ്മളും ക്രമവും ചന്തോചിതമായി നടന്നാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. തീത്തോസ്, ഹല്ലേലൂയ, 1:5 പറയുന്നുണ്ട്, ഞാൻ
ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോകുന്ന ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ക്രേത്തിൽ അവിടെ പോയി പറയുകയാണ്, ചില ശേഷിപ്പുണ്ട്. ഹല്ലേലൂയ. അതിനെ ശേഖരിച്ച് നമ്മൾ നിലനിർത്തണം, ചില കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് ഈ ദിനങ്ങൾ കർത്താവാ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം ഉള്ള കൃപ എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം ക്രമം ചന്തം ഉചിതമായി നമ്മെ നടത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ആത്മാവിൽ നമുക്ക് ബലപ്പെടാം, ശക്തിയാൽ നമുക്ക് ബലപ്പെടാം, കൃപയാൽ നമുക്ക് ബലപ്പെടാം. പരിശുദ്ധാത്മാവിനാൽ അന്യഭാഷകൾ പറഞ്ഞ് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ക്രമത്തോടെ നമ്മോട്ട് മുമ്പോട്ട് പോകാം. ഈ തിരുവചനങ്ങളാ കർത്താവായ ദൈവം നമ്മൾ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.